നമസ്കാരം പ്രിയപ്പെട്ട മറുനാടൻ TV, മറുനാടൻ മലയാളി പ്രേക്ഷകരെ, മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലിൻ്റെ വായനക്കാരെ, നിങ്ങൾക്ക് 1 കോടി നന്ദി പറയാനാണ് ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1 മാസം മുമ്പായിരുന്നു ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തിയത്. ആ അഭ്യർത്ഥന നമുക്ക് 1 കോടി രൂപ ശേഖരിക്കാം. 1 കോടി രൂപ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ മരിച്ചുപോയവരെ സഹായിക്കാൻ ഒരുമിക്കാം എന്നതായിരുന്നു. 1 കോടി രൂപ ശേഖരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു. 1 മാസം തികയുന്നതിന് മുൻപ് ഇതാ ആ 1 കോടി രൂപ ശേഖരിച്ചിരിക്കുന്നു. സെപ്റ്റംബർ മാസം 8-ന് ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാമിൽ സ്കൈ ഡൈവിംഗ് നടത്തിയിരുന്നു. 15,000 അടി ഉയരത്തിൽ നിന്നും ആകാശത്തിൽ നിന്നുള്ള എടുത്തുചാട്ടം. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന മറുനാടൻ്റെ സഹോദര സ്ഥാപനമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. എളിയവനായ ഈ ഞാനടക്കം 28 പേരാണ് അന്ന് ആകാശച്ചാട്ടം നടത്തിയത്. അതുവഴി ഞങ്ങൾ ബ്രിട്ടനിലെ മലയാളികളിൽ നിന്നും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്നും ശേഖരിച്ചത് ഏതാണ്ട് 70 ലക്ഷത്തിലധികം രൂപയാണ്. ഒപ്പമാണ് മറുനാടൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ തിരുവനന്തപുരത്ത് ചപ്പാത്തിലെ ശാന്തിഗ്രാം എന്ന സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 35 ലക്ഷം രൂപ അയച്ചത്. ഈ അപ്പീൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി അവസാനിപ്പിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നലെ വരെ ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് 1 കോടി 5 ലക്ഷത്തിലധികം രൂപയാണ്. തൽക്കാലം ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുകയാണ്. അതേസമയം ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ട് നമ്പർ കയ്യിലുള്ളവർക്ക്, അതായത് ഇപ്പോൾ കാണിക്കുന്ന ഈ അക്കൗണ്ട് നമ്പറിലേക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പണം അയക്കാവുന്നതാണ്. കിട്ടുന്ന പണം മുഴുവൻ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പനും അമ്മയും ഇല്ലാത്തവർ, അല്ലെങ്കിൽ അപ്പനും അമ്മയോ ആരെങ്കിലും ഒരാളില്ലാത്തവർ, അവർക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ഈ ഉരുൾപൊട്ടൽ മരിച്ചവരാകാം, അല്ലാതെ തന്നെ അപ്പനോ അമ്മയോ ഇല്ലാതായവരാകാം. അവരെ സഹായിക്കാനാണ് ഞങ്ങൾ പദ്ധതി ഇടുന്നത്. ചുരൽമലയിൽ താമസിക്കുന്ന അജയിയാണ് അർഹതപ്പെട്ടവരെ കണ്ടെത്താൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. അജയ് ഒരുപാട് പേരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ശാന്തിഗ്രാമിൻ്റെ ഡയറക്ടർ പങ്കജാഷനും മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഞാനും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ ചെയർമാനായ അതിരമ്പഴക്കാരൻ സാബു ചുണ്ടക്കാട്ടിലും അടക്കം ഒരു സംഘം ഈ ദിവസങ്ങളിൽ വയനാട് സന്ദർശിക്കുന്നതാണ്. ഞായറും തിങ്കളും ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദുരിതബാധിതരായ ആളുകളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നും അവർക്ക് ഏതുതരം സഹായമാണ് വേണ്ടതെന്നും ഞങ്ങൾ ഒരിക്കൽ കൂടി അന്വേഷിച്ച് കണ്ടെത്തും. പ്രത്യേകിച്ച് ഈ ഫണ്ട് ശേഖരണത്തിന്റെ പ്രധാന കാരണമായി ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയ അപ്പനോ അമ്മയോ ഇല്ലാത്തവരുമായി കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ശേഖരിച്ച് തുക മുഴുവൻ അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ ഈ മാസം തന്നെ കൈമാറുന്നതാണ്. അതിന് ഭാഗമായാണ് ഈ ഫാക്ട് ഫൈൻഡിങ് യാത്രയും സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും ബ്രിട്ടനിലെ മലയാളികൾക്കും. 63,596 പൗണ്ട് 20 പെൻസാണ് 28 പേർ സ്കൈ ഡൈവിംഗ് നടത്തി ശേഖരിച്ചത്. കൂടാതെ സ്കൈ ഡൈവിങ്ങിന്റെ ജനറൽ ഫണ്ടിലേക്ക്, അതായത് ഒരു വ്യക്തിക്കല്ലാതെ 1,215 പൗണ്ട് കിട്ടി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വയനാടിനു വേണ്ടി നേരത്തെ ഒരു അപേക്ഷ നടത്തിയിരുന്നു. അങ്ങനെ 3,530 പൗണ്ട് കിട്ടി. ഈ തുകയ്ക്കെല്ലാം കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് 10,750 പൗണ്ട് നികുതി ഇളവാണ്. ബെൽഫാസ്റ്റിൽ ഓംനി എന്ന് പറയുന്ന സംഘടന 560 പൗണ്ട് നൽകി. ബാങ്കിൽ 120 പൗണ്ട് കിട്ടി. അങ്ങനെ മൊത്തം 79,771 പൗണ്ട്. അതിൽ ഫണ്ട് ശേഖരിക്കുന്ന ബാങ്കിങ്ങിന് ഏജൻസിക്ക് 1,340 പൗണ്ടും സ്കൈ ഡൈവിങ്ങിന്റെ 6,720 പൗണ്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൽ 150 പൗണ്ടും കുറച്ച് 71,561 പൗണ്ടാണ് ആകെ കിട്ടിയത്. അതായത് 71 ലക്ഷം രൂപയിൽ അധികം രൂപ. കൂടാതെയാണ് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് 975 പേർ നൽകിയിരിക്കുന്നത് 33,58,939 രൂപ 36 പൈസ. ഈ തുക എല്ലാം കൂടി കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് ആ 1 കോടി രൂപ കടന്നു വന്നത്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മറുനാടൻ പ്രേക്ഷകർക്ക് 1 കോടി നന്ദി പറയുന്നു. ഈ 1 കോടി കടത്താൻ സാധിച്ചതിന്. പ്രത്യേകിച്ച് ചാരിറ്റി ഫൗണ്ടേഷൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി സ്കൈ ഡൈവിംഗ് നടത്തിയ 28 പേരെയും ആദരവോടെ മാത്രം ഓർക്കുന്നു. ഗിഫ്റ്റ് എയ്ഡ് അടക്കം 15,157 പൗണ്ട്, ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരണം നടത്തിയത് ഷൈനു മാത്യൂസ് ആണ്. ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ദുബായിലും കൊവൻട്രിയിലും നടത്തുന്ന നേഴ്സിംഗ് ഹോമിന്റെ ഉടമയാണ്. ഷൈനു 11,407 പൗണ്ട് ശേഖരിച്ചു, ഏതാണ്ട് 11 ലക്ഷത്തിലധികം രൂപ. രണ്ടാമത് ശേഖരിച്ചത് ജയ്മോൻ വഞ്ചിത്താനം, ബ്രിട്ടനിലെ ഒരു ഹോട്ടൽ ശൃംഖലയായ കായലിന്റെ ഉടമയാണ്. തന്റെ ബുള്ളറ്റ് വിറ്റ പണം ഉൾപ്പെടെ 9,407 പൗണ്ട്, ഏതാണ്ട് 10 ലക്ഷം രൂപ ജയ്മോനും ശേഖരിച്ചു. പിന്നെ എടുത്തു പറയേണ്ടത് ഫാദർ ജോർജ് പുത്തൂരാണ്. ഇടുക്കിക്കാരനാണ്, അംഗപരിമിതനാണ്. എന്നിട്ടും അദ്ദേഹം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ എക്കാലത്തെയും സ്കൈ ഡൈവിംഗിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം 3,045 പൗണ്ട് ശേഖരിച്ചു. സാം ജോൺ തിരുവാതിൽ എന്ന ചെറുപ്പക്കാരൻ കോഴഞ്ചേരിക്കാരനാണ്.
അദ്ദേഹം 2865 പൗണ്ട് ശേഖരിച്ചു. ബെഫിൻ ജോസ് 2295 പൗണ്ട് ശേഖരിച്ചു. നോയൽ സാബു, അതിനപ്പഴക്കാരനായ ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാനായ സാബുവിന്റെ മകനാണ്. 16 വയസ്സേ ഉള്ളൂ. നോയൽ സാബു 3048 പൗണ്ടാണ് ശേഖരിച്ചത്. ബാക്കി ഫണ്ട് ശേഖരണം നടത്തിയവർ നെവിൻ സന്തോഷ്, ബിന്ദു കലാരാജ്, ആൽവിൻ തോമസ്, സ്റ്റെഫാൻ ജേക്കബ്, ജിനു ജോർജ്, അധീന ഷാജി, സ്റ്റെഫി ഹർഷത്, ജോബിൻ ജോൺസൺ, നിജിൽ ജോസഫ് ജോജി, അരുങ്ങോക്കിൽ സലിം, റണീം ഹനീഫ്, രശ്മി മനോജ്, ജിബിൻ പാലാട്ടി, ആഞ്ചലിന സജി, ആകാശ് സൈമി, റിയാസ് ജിമ്മി, ഐശ്വര്യ MS, ഷീന അനിരാജ്, ആശിഷ് ഫിലിപ്പ്, ജിലി ജിനോ, ഗ്രീഷ്മ ബിജോയ്. 28 പേർക്കും നന്ദി. ഒരിക്കൽ കൂടി മറുനാടൻ പ്രേക്ഷകർക്ക്, ബ്രിട്ടീഷ് മലയാളിയുടെ വായനക്കാർക്ക്, ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ പ്രവർത്തകർക്ക്, UK യിലെയും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് 1 കോടി നന്ദി, 1 കോടി പുണ്യമുണ്ടാവട്ടെ.